ഹലോ. നെരുദയെ വായിക്കുക എന്നതൊരു ഫാഷൻ ആയതുകൊണ്ടല്ല ഇപ്പോൾ പാബ്ലോ നെരുദയുടെ ഒരു കവിത ഓർമ്മ വന്നതും ആ ബുക്ക് തപ്പിയെടുത്ത് പോയിട്ട് വായിച്ചതും. സച്ചിദാനന്ദൻ മാഷ് വിവർത്തനം ചെയ്ത പാബ്ലോ നെരുദ കവിതകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സ്, 120 രൂപ. അതിൻ്റെ ബ്ലർബ് പുറകിൽ, ആ ബുക്കിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കട്ടെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നെരുദയെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അവൻ്റെ കവിത ഇലകളെയും കിനാവുകളെയും ജന്മനാട്ടിലെ കൂറ്റൻ അഗ്നിപർവ്വതങ്ങളെയും കുറിച്ച് സംസാരിക്കാത്തത്? വരൂ, ഈ തെരുവുകളിലെ രക്തം കാണൂ. വരൂ, കാണൂ, ഈ തെരുവുകളിലെ രക്തം കാണൂ. അത് ആ ഒരു ബ്ലർബിൽ നിന്ന് തന്നെ നമുക്ക് ആർക്കെങ്കിലും നെരുദ കവിതകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അങ്ങനെയൊന്നും ഇല്ല, എന്നാലും ഞാൻ ഒരു കവിത അതിൽ ഒന്ന് നോക്കാം നമുക്ക്. ജനങ്ങൾ എന്ന് പറഞ്ഞ കവിതയാണ്. ആ മനുഷ്യനെ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നുള്ള അതിൽ ഒരു കുറച്ചുണ്ട്. അവനും മനുഷ്യനായിരുന്നു, പൈതൃകമായി ഒന്നുമില്ലാത്തവൻ. ഇതൊരു വലിയ കവിതയാണ്, അതുകൊണ്ട് അത്രയും അതൊന്ന് വായിച്ചിട്ട് നമുക്ക് പുറകോട്ട് പോകാം. ആ മനുഷ്യനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവനെ കണ്ടിട്ട് 2 നൂറ്റാണ്ടെങ്കിലുമായി. അവൻ കുതിരപ്പുറത്ത് സഞ്ചരിച്ചില്ല, വണ്ടിയിലും വെറും കാലിൽ. അവൻ അകലങ്ങൾ താണ്ടി. അവന് വാളില്ലായിരുന്നു, അസ്ത്രവുമില്ലായിരുന്നു. ചുമലിൽ വല, അല്ലെങ്കിൽ മഴു, അല്ലെങ്കിൽ ചുറ്റിക, അല്ലെങ്കിലോ തൂമ്പ. അവൻ ഒരിക്കലും സ്വന്തം കൂട്ടരോട് യുദ്ധം ചെയ്തില്ല. അവൻ്റെ യുദ്ധം മണ്ണിനോടും വെള്ളത്തോടുമായിരുന്നു. അവൻ്റെ യുദ്ധം ഗോതമ്പിനോടായിരുന്നു, അത് അപ്പമായി മാറാൻ. കിളരമേറിയ വൃക്ഷത്തോടായിരുന്നു, അത് വിറക് നൽകുവാൻ. ചുവരിനോടായിരുന്നു, അത് കതകുകൾ തുറന്നു കൊടുക്കാൻ. മണലിനോടായിരുന്നു, അത് ചിറകുകൾ ഉയർത്താൻ. കടലിനാലായിരുന്നു, അത് കായ്ക്കുവാൻ. എനിക്കവനെ പരിചയമുണ്ട്, അവൻ ഇപ്പോഴും എന്നിലുണ്ട്. നമ്മൾക്കും ഉണ്ടാവില്ലേ ഇങ്ങനെ പരിചയമുള്ള ഒരാൾ? നമ്മളിൽ ആരെങ്കിലുമൊക്കെ അയാൾ തന്നെയല്ലേ? എന്നിട്ടോ അവൻ പോയി വീണ്ടും വന്നു. അവൻ വന്നെത്തിയത് ആരും അറിഞ്ഞില്ല, അവൻ പോയതും അറിഞ്ഞില്ല. കാരണം അവന് ഒരു കാലത്തും ശ്മശാനവും ശവകുടീരവും ഉണ്ടായിരുന്നില്ല. അവൻ വിയർത്ത് ചെത്തിച്ചതുരമാക്കിയ കല്ലിൽ അവൻ്റെ പേര് ഒരിക്കലും കൊത്തിയിരുന്നില്ല. പണിയെടുക്കാൻ കരുത്തുള്ളപ്പോൾ മാത്രമാണ് ആ സാധു ജീവിച്ചിരുന്നത്, അതും അദൃശ്യനായി. അവനും മനുഷ്യനായിരുന്നു, പൈതൃകമായി ഒന്നുമില്ലാത്തവൻ, കന്നുകാലികളും കുലശ്ചിഹ്നവുമില്ലാത്തവൻ. അവൻ മറ്റുള്ളവരിൽ നിന്ന് ഉയർന്നു നിന്നില്ല, അവൻ തന്നെയായ മറ്റുള്ളവരിൽ നിന്ന് മുകളിൽ നിന്ന് നോക്കുന്നവർക്ക് അവൻ കളിമണ്ണ് പോലെ കരിപുരണ്ടവനായിരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും നമ്മൾ വായിച്ചു, ഇനി നമ്മളെന്താ ചിന്തിക്കുക എന്നൊക്കെ കുറച്ച് വാചകം അടിക്കാൻ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്കുണ്ടല്ലോ, വേറെ ഒന്നും എന്ത് പറയാനാണ് ഇതിനപ്പുറം? നെരുദ എല്ലാം പറഞ്ഞല്ലോ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കവിതയിലൂടെ കുറച്ചും കൂടെ സഞ്ചരിക്കാം. അവനും മനുഷ്യനായിരുന്നു, അവൻ്റെ എല്ലാമായിരുന്ന അസ്തിത്വം അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്തു. പണി തേടി മറ്റെങ്ങോ പോയി. ഒടുവിൽ പുഴക്കല്ല് പോലെ മൃതിയിലേക്ക് ഉരുണ്ടുപോയി. മരണം അവനെ താഴോട്ടൊഴുക്കി. അവൻ താഴോട്ട് ഉരുണ്ടുപോകുന്നത് ഞാൻ കണ്ടു. എനിക്കവനെ പരിചയമായിരുന്നല്ലോ. അവൻ ഇവിടെ വിട്ടുപോയ വസ്തുക്കളിൽ മാത്രം അവൻ നിലനിന്നു. അവന് തിരിച്ചറിയാനാകാത്ത തെരുവുകൾ, അവൻ ഒരിക്കലും താമസിക്കാൻ ഇടയില്ലാത്ത വീടുകൾ. അവനെ കാണാനായി ഞാൻ തിരിച്ചു വരുന്നു. ഞാൻ എന്നും അവനെ കാത്തു നിൽക്കുന്നു. അവൻ്റെ ശവമഞ്ചത്തിൽ കാണുന്നു ഞാൻ. അവൻ ഉയർത്തെഴുന്നേൽക്കുന്നതും കാണുന്നു. അവന് തുല്യരായ എല്ലാവരിൽ നിന്നും ഞാൻ അവനെ തിരിച്ചറിയുന്നു. ഇത് വയ്യ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മട്ടിൽ നാം എങ്ങും എത്തുകയില്ല. ആ കവിത തീരുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. അതിങ്ങനെയാണ്: ഈ കാണുന്നതെല്ലാം പോയി പോകും, അപ്പോഴും നീ ഉണ്ടാവും. നീയാണ് ജീവിതത്തിന് തീ കൊളുത്തിയത്. നീ ഉണ്ടാക്കിയതെല്ലാം നിൻ്റേതാണ്. അതുകൊണ്ട് ആരും വേവലാതിപ്പെടാതിരിക്കട്ടെ. ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ ആരും ഇല്ലാതെയില്ല. ഞാൻ എല്ലാവർക്കുമായി സംസാരിക്കുന്നു. ആരോ എനിക്കായി ചെവി ഓർക്കുന്നുണ്ട്. ഞാൻ ആർക്കു വേണ്ടി പാടുന്നുവോ അവർക്കത് അറിഞ്ഞുകൂടാ. എങ്കിലും അതറിയുന്നവർ ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഭൂമി മുഴുവൻ അവരെ കൊണ്ട് നിറയും.
ഓ, എന്തൊരു നല്ലൊരു കൺസെപ്റ്റല്ലേ. നമ്മൾ ഇത്രയും നേരം വായിച്ച അവനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും അവനെ തിരിച്ചറിയുന്നില്ല എന്ന് നമ്മൾ നടിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു വാചകം കണ്ടോ, അവൻ ആരിൽ നിന്നും ഉയർന്നു നിന്നില്ല എന്ന്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു സമൂഹത്തിൽ അല്ല, ആക്ച്വലി ഞാൻ കുറച്ചും കൂടി വ്യത്യസ്തനാണ്, ഞാൻ എന്തോ ഉയർന്നതാണെന്ന് ഭാവിക്കാറില്ലേ? കുലം കൊണ്ടാവാം, വിദ്യാഭ്യാസം കൊണ്ടാവാം, ആകാരമഹിമ കൊണ്ടാവാം, പണം കൊണ്ടാവാം, എന്തുകൊണ്ടുമാകാം. ഭക്തി കൊണ്ട് പോലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണ് കുറെ കൂടി ഭക്തിയുള്ളവെന്ന് കണ്ടിട്ടുള്ളതിലെ ഏറ്റവും കോമഡി എനിക്ക് അതാട്ടോ തോന്നിയിട്ടുള്ളത്. കാരണം ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ആരുമല്ലാതെ പരമാത്മാവിലേക്ക് അലിഞ്ഞു പോകുന്ന രംഗാണെന്നാണ് എൻ്റെ ഒരു സാധുവായ കൺസെപ്റ്റ്. അപ്പോൾ ഭക്തിയിൽ ഞാൻ ഉയർന്നു നിൽക്കുകയാണ് എന്ന് പറയുന്നതിനെ പോലെ പാരഡോക്സ് ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇവനല്ലാത്തൊരു മറ്റവനില്ലേ? ഞാൻ എന്ന ഒരു ഭാവമുള്ളവൻ. ആ ഭാവത്തിൻ്റെ ആ കൊമ്പിന് ഒരടി ഈ കവിത ഇന്നത്തെ രാത്രി എനിക്കും, ഞാനെന്താ മോശം, നമുക്കെല്ലാവർക്കും തന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന ചിന്തയോടെ. ശുഭരാത്രി.